ഏവർക്കും പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. We are discussing the first chapter of +1 accountancy and the name of our chapter is Introduction to Accounting. This is our 9th class. നമ്മൾ പഠിക്കുന്നത് +1 accountancy ഒന്നാമത്തെ പാഠം പേര് Introduction to Accounting. ഇത് 9ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? We are discussing about basic terms in accounting. And in our previous class, that is in our 8th class, we discussed first 3 basic terms. They are entity, business transactions and assets. ഓർമ്മയില്ലേ? 3 കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. And today we are discussing the 4th basic term in accounting, that is liability. ഇനി നമ്മൾ പഠിക്കുന്നത് 4ാമത്തെ ബേസിക് ടേം ആണ്. ലയബിലിറ്റി എന്നൊരു ടേം ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ടേം മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, കാരണം കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഒരൊറ്റൊരു ടേം മാത്രമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ അവർ ടുഡേയ്സ് ക്ലാസ്. And today we are discussing the 4th basic term in accounting, that is liability. ഇനി നമ്മൾ അക്കൗണ്ടൻസിയിലെ നമുക്ക് പഠിക്കാനുള്ള 4ാമത്തെ ബേസിക് ടേമാണ് പഠിക്കുന്നത്. ലയബിലിറ്റി എന്നൊരു ടേമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യത, ഒബ്ലിഗേഷൻ ഓഫ് എ പേഴ്സൺ, ബാധ്യതകളാണ്. The term liability refers to obligations or debts that an enterprise has to pay at some time in the future. It denotes the amount which a business owes to other, either for money borrowed or for goods or assets purchased on credit. മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ പറഞ്ഞുതരാം. ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യതകളാണ്, ഒബ്ലിഗേഷൻസ് ആണ്, അല്ലെങ്കിൽ കടമാണ്. ഒബ്ലിഗേഷൻസ് or debt of a company, of a business unit. Liability refers to obligations or debts of a company. ഇപ്പോൾ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ബിസിനസ് മാനാണ്. സപ്പോസ് ഐ എം എ ബിസിനസ് മാൻ, ഐ എം റണ്ണിങ് എ ബിസിനസ് യൂണിറ്റ്. എന്തുണ്ടാക്കുന്ന ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ബിസിനസ് തന്നെയാണ് ഞാൻ റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കെന്ത് ഒരുപാട് പണം ആവശ്യമാണ്. ഐ നീഡ് ക്യാഷ് to carry on my business activity. And similarly, I need raw material to carry on my production. എൻ്റെ ഫാക്ടറിക്കകത്ത് എന്താണ്, ഈ മൈദ, ഗോതമ്പ് പൊടി, പഞ്ചസാരയൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ ബിസ്ക്കറ്റാക്കി മാറ്റുന്നു. അങ്ങനെ ബിസ്ക്കറ്റാക്കി മാറ്റണമെങ്കിൽ എനിക്ക് എന്ത് ആവശ്യമാണ്? പണം ആവശ്യമാണ്. പണം മാത്രം പോരാ, റോ മെറ്റീരിയൽസും ആവശ്യമാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ആവശ്യമുള്ള പണം കടമായിട്ട് എടുക്കാം, കടം വാങ്ങിക്കാം. ഐ ക്യാൻ ബോറോ the amount needed for my business unit from several other persons or from several other institutions like a bank or from any other financial institution or from any other source. എനിക്കൊരു 50,000 രൂപ വേണം. എനിക്ക് എന്ത് ചെയ്യാം? ആ 50,000 രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ അതെൻ്റെ ലയബിലിറ്റിയാണ്, അതെൻ്റെ ബാധ്യതയാണ്. ഞാൻ ആ പണം തിരിച്ചു കൊടുക്കണം. ഇനി എനിക്ക് ഒരു 25 ചാക്ക് പഞ്ചസാര വേണം ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്കെന്ത് ചെയ്യാം? ആ പഞ്ചസാര ഒന്നുകിൽ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കാം. പഞ്ചസാര സപ്ലൈ ചെയ്യുന്നത് പയ്യന്നൂർ ട്രേഡേഴ്സ് എന്നൊരു കമ്പനിയാണ് വിചാരിക്കുക. പയ്യന്നൂർ ട്രേഡേഴ്സ് എന്ന കമ്പനി പഞ്ചസാരയുടെ, ഷുഗറിൻ്റെ ഹോൾസെയിൽ ഡീലറാണ്. അപ്പോൾ എനിക്കെന്ത് ചെയ്യാം? ആ പയ്യന്നൂർ ട്രേഡേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കാം 25 ചാക്ക് പഞ്ചസാര. അപ്പോൾ അത് ലയബിലിറ്റി അല്ല, അത് പർച്ചേസ് ആയിട്ട് മാറുന്നു. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ഞാൻ പയ്യന്നൂർ ട്രേഡേഴ്സിൻ്റെ എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ പറയുന്നു, എനിക്കൊരു 25 ചാക്ക് പഞ്ചസാര വേണം, ഞാൻ അതിൻ്റെ പണം 2 മാസം കഴിഞ്ഞിട്ട് തരാം. I need 25 packet sugar and I will make payment after 2 months. And he agrees to give the sugar and I am bringing the sugar to my factory without paying cash. പൈസ കൊടുക്കാതെ 2 മാസം കഴിഞ്ഞിട്ട് പൈസ കൊടുക്കാമെന്നുകൊണ്ട് പഞ്ചസാര എൻ്റെ ഫാക്ടറിയിൽ കൊണ്ടുവരുന്നു. അപ്പോൾ അയാൾക്ക് ഞാൻ 25 ചാക്ക് പഞ്ചസാരയുടെ പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ അതെൻ്റെ ഒരു ലയബിലിറ്റിയാണ്. അപ്പോൾ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്ക്രീൻ നോക്കുക. ലയബിലിറ്റീസ് ആർ ഒബ്ലിഗേഷൻസ്, ബാധ്യതകളാണ്. ഓർ ഡെപ്റ്റ്സ്, കടമാണ്. ദാറ്റ് an enterprise means business, that a businessman has to pay at some time in the future. ഫ്യൂച്ചറിൽ ഒരു സമയത്ത്
കൊടുക്കേണ്ട ഒരു പണമാണ്, ബാധ്യതയാണ് liability. It denote, it means or it implies the amount which a business owes to others. The amount which a business owes to others. The amount which a business owes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കച്ചവടക്കാരൻ കടപ്പെട്ടിരിക്കുക. ഓസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടപ്പെടുക, കടമായിട്ട് അല്ലെങ്കിൽ ബാധ്യതയായിട്ട് മാറുക, കടപ്പെടുക. ഓസ് ടു അതേഴ്സ് ഐദർ ഫോർ മണി ബോറോഡ്, ഒന്നുകിൽ പണം കടം വാങ്ങിയത് കൊണ്ട്, ഓർ ഫോർ ഗൂഡ്സ് ഓർ അസെറ്റ് പെർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്, ഒന്നുകിൽ പൈസ കടം വാങ്ങിയത് കൊണ്ട്, ഓർ ഫോർ ഗൂഡ്സ് ഓർ അസെറ്റ് പെർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്, അല്ലെങ്കിൽ അസെറ്റോ അല്ലെങ്കിൽ സാധനങ്ങളോ കടമായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറയാം, ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ എക്സാമ്പിൾ പറയാം. എനിക്കൊരു 2 ലക്ഷം രൂപ വേണം. ഞാൻ ആ 2 ലക്ഷം രൂപ കനറ ബാങ്കിൽ നിന്നും ലോൺ എടുക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഐ ആം ബോറോയിങ് ക്യാഷ് ഫ്രം ബാങ്ക്. സോ മണി ബോറോഡ്, ഇറ്റ് ഈസ് മൈ ലയബിലിറ്റി. ഇനി രണ്ടാമത്തെ ഐദർ ഫോർ ഗൂഡ്സ്, സെക്കൻഡ് എന്താ സെൻറ്റൻസിൽ പറയുന്നത്, ഓർ ഫോർ ഗൂഡ്സ് ഓർ അസെറ്റ് പെർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കേസ്, എനിക്ക് പഞ്ചസാര വേണം, 25 ചാക്ക് പഞ്ചസാര വേണം, ഞാൻ പൈനൂർ ട്രേഡേഴ്സിൽ നിന്നും കടം വാങ്ങിക്കുന്നു. അപ്പോൾ അതിൻ്റെ പണം കൊടുക്കാനുള്ള പണം എൻ്റെ ബാധ്യതയാണ്. ഓർ അസെറ്റ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്, അസെറ്റ് പർച്ചേസ്ഡ്, ഇപ്പം അത് ഗൂഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ആണ്. ഈ പഞ്ചസാര വാങ്ങിച്ചു കഴിഞ്ഞാൽ ഗൂഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ആണ്. ഇനി അസെറ്റ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മെഷീൻ വേണം, അതിനിടെ മെഷീൻ, എനിക്കൊരു മെഷീൻ ആവശ്യമാണ്, ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു പുതിയ മെഷീൻ വേണം. അപ്പം ഞാൻ കോയമ്പത്തൂർ പോയിട്ട് ആ മെഷീൻ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ നിന്നും കടമായിട്ട് വാങ്ങിക്കുന്നു. അപ്പോൾ അതാണ് ഗൂഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒന്നുകിൽ പണം കടം വാങ്ങിയത് കൊണ്ടോ, അല്ലെങ്കിൽ സാധനങ്ങളോ അല്ലെങ്കിൽ ആസ്തികളോ, അസെറ്റ് അല്ലെങ്കിൽ ഗൂഡ്സ് കടമായിട്ട് വാങ്ങിയത് കൊണ്ട് ഒരു കച്ചവടക്കാരൻ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള പൈസ അല്ലെങ്കിൽ ബാധ്യത അല്ലെങ്കിൽ കടത്തെ വിളിക്കുന്ന പേരാണ് ലയബിലിറ്റി എന്ന്. നമുക്കറിയാം, ഒരു കച്ചവടക്കാരൻ ഒരുപാട് തരത്തിലുള്ള കടങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് കൊടുത്തു തീർക്കണം, അത് നമ്മുടെ ലയബിലിറ്റിയാണ്. ഈ ലയബിലിറ്റിയെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ലയബിലിറ്റി ഈസ് നോൺ ആസ് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി. ലയബിലിറ്റി ഈസ് ഓൾസോ നോൺ ആസ് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി. ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ആ പേരൊന്ന് പഠിച്ചാൽ മതി. അത് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്താണ് ഓണേഴ്സ് ഇക്വിറ്റി എന്നും എന്താണ് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്നും ഡീറ്റെയിൽ ആയിട്ട് അന്നേരം പഠിക്കാം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി. ക്ലിയർ? അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. Liabilities are obligations or debts that an enterprise has to pay at some time in the future. It denotes the amount which a business owes to other, either for money borrowed or for goods or asset purchased on credit. It is also known as creditors' equity. കൃത്യമായിട്ട് മനസ്സിലാക്കുക, വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യതകളാണ്, ഒബ്ലിഗേഷൻസ് ആണ്, ഓർ ഡെബ്റ്റ്സ് ആണ്, കടങ്ങളാണ്. ദാറ്റ് an enterprise has to pay at some time in the future. അത് ഒരു കമ്പനി ഭാവിയിൽ ആർക്കോ കൊടുക്കാനുള്ള ബാധ്യതകളാണ്. It denotes the amount which a business owes to other. It refers to the amount which a business owes to other. ഒരു കച്ചവടക്കാരൻ മറ്റുള്ള ആൾക്കാർക്ക് കടപ്പെട്ടിരിക്കുന്ന എമൗണ്ട് ആണ് ലയബിലിറ്റി. ഐദർ ഫോർ ഗൂഡ്സ് ഓർ അസെറ്റ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്, ഒന്നുകിൽ സാധനങ്ങൾ കടമായിട്ട് വാങ്ങിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അസെറ്റ് കടമായിട്ട് വാങ്ങിച്ചത് കൊണ്ടോ ആണ് ഇത് വരുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്നാണ്. ക്ലിയർ? ലയബിലിറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2. നമുക്ക് ലയബിലിറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ദ ഫസ്റ്റ് വൺ ഈസ് കറൻറ്റ് ലയബിലിറ്റി. ആദ്യത്തത് കറൻറ്റ് ലയബിലിറ്റിയാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ. ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ. ആദ്യത്തെ ലയബിലിറ്റി ഏതാണ്? കറൻറ്റ് ലയബിലിറ്റിയാണ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ എന്നതാണ്. The second one is fixed liability. The second one is fixed liability. It is also known as non-current liability or long-term liability. നമ്മൾ അസറ്റിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? അസറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, കറണ്ട് അസറ്റ് എന്നും ഫിക്സഡ് അസറ്റ് എന്നും. അതേപോലെ ലയബിലിറ്റീസിനെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, കറണ്ട് ലയബിലിറ്റി എന്നും ഫിക്സഡ് ലയബിലിറ്റി എന്നും. We can classify liabilities into 2, current liability and fixed liability. Okay? ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എന്താണ് കറണ്ട്, എന്താണ് ഫിക്സഡ് എന്ന്. അപ്പോൾ അതിനു മുമ്പേ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഈ കാണുന്നത് രാജു ആണ്.
ആരാണ് ഈ സ്ക്രീനിൽ കാണുന്ന സൈഡിൽ കാണുന്ന ആളാരാണ്? ഇത് നമ്മുടെ രാജു ആണ്. രാജു ഇസ് എ ബിസിനസ് മാൻ. രാജു ഒരു കച്ചവടക്കാരനാണ്. ഒന്നാമത്തെ കേസ് നോക്കിക്കോ. രാജു SBIയിൽ നിന്നും 15 വർഷം കാലാവധിയുള്ള 15 ലക്ഷം രൂപ ലോൺ എടുത്തു. രാജു ടുക്ക് ലോൺ ഫ്രം SBI 15 lakh for 15 years. 15 വർഷത്തിനുള്ളിൽ തിരിച്ചു തരാമെന്ന കരാർ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ 15 വർഷം ഡ്യൂറേഷനുള്ള 15 ലക്ഷം രൂപ ലോൺ രാജു എടുക്കുന്നു. ഓക്കെ, അപ്പോൾ രാജു എപ്പോഴാണ് ഈ 15 ലക്ഷം, ഇതിപ്പോൾ രാജുവിൻ്റെ ലയബിലിറ്റിയാണ്. 15 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ രാജുവിൻ്റെ ലയബിലിറ്റിയാണ്. ഇത് രാജു എപ്പോഴാണ് തിരിച്ചു കൊടുക്കുക? ആഫ്റ്റർ 15 years, അല്ലെങ്കിൽ 15 വർഷത്തിനുള്ളിൽ മാത്രമേ ഇത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് രാജുവിൻ്റെ ലോങ് ടേം ഒബ്ലിഗേഷനാണ്. ഇത് രാജുവിൻ്റെ ലോങ് ടേം ലയബിലിറ്റിയാണ്. ലോങ് ടേം ഒബ്ലിഗേഷൻ ഒരുപാട് കാലത്തിന് ശേഷം, അല്ലെങ്കിൽ 1 വർഷത്തിന് ശേഷം, 5 വർഷത്തിന് ശേഷം, 10 വർഷത്തിന് ശേഷം തിരിച്ചു കൊടുക്കേണ്ട പണമായതുകൊണ്ട് തന്നെ ഈ ലോങ് ടേം ലോൺ എന്ന് പറയുന്നത് രാജുവിൻ്റെ ഫിക്സഡ് ലയബിലിറ്റിയാണ്. ക്ലിയർ? ഇനി സെക്കൻഡ് നോക്കുക. രാജു പർച്ചേസ്ഡ് റോ മെറ്റീരിയൽ ഫ്രം സപ്ലയർ 15,000 ഓൺ ക്രെഡിറ്റ് ആൻഡ് അഗ്രീസ് ടു മേക്ക് പേയ്മെൻറ്റ് വിത്തിൻ 3 months. രാജു രണ്ടാമത്തെ കേസിൽ എന്താ ചെയ്യുന്നത്? രാജു പർച്ചേസ്ഡ് റോ മെറ്റീരിയൽ ഫ്രം സപ്ലയർ. രാജു എന്ത് ചെയ്തു? രാജുവിന് ആവശ്യമുള്ള അസംസ്കൃത വസ്തു, രാജു എന്തോ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, അവന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് 15,000 രൂപയുടെ റോ മെറ്റീരിയൽസ് ക്രെഡിറ്റിന് വാങ്ങിച്ചു. ക്രെഡിറ്റിന് വാങ്ങിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമായിട്ട് പൈസ കൊടുക്കാതെ പണം 3 മാസത്തിന് ശേഷം തരാമെന്ന് പറഞ്ഞിട്ട് 15,000 രൂപയുടെ അസംസ്കൃത വസ്തു, റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജു എന്താണോ ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽ മീൻസ് മെറ്റീരിയൽസ് നീഡഡ് ടു പ്രൊഡ്യൂസ് എ പ്രൊഡക്റ്റ്. ഇപ്പോൾ രാജു ഒരു എക്സാമ്പിൾ പറയാം. രാജു ടയർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ ഓണറാണെന്ന് ആയിരിക്കാം. ടയർ ഉണ്ടാക്കണമെങ്കിൽ രാജുവിന് ആവശ്യം എന്താണ്? മൈദയും ഷുഗറും ആണോ, പഞ്ചസാരയാണോ? അല്ല, രാജുവിന് എന്താ വേണ്ടേ? റബ്ബർ ഷീറ്റാണ്. അപ്പോൾ രാജു എന്ത് ചെയ്യുന്നു? 15,000 രൂപയുടെ റബ്ബർ ഷീറ്റ് കടമായിട്ട് വാങ്ങിക്കുന്നു. ആൻഡ് അഗ്രീസ് ടു മേക്ക് പേയ്മെൻറ്റ് ആഫ്റ്റർ 3 months. ഒരു 3 മാസത്തിനുള്ളിൽ പണം തിരിച്ചു കൊള്ളാമെന്ന് അഗ്രിമെൻറ്റും വെക്കുന്നു. അപ്പോൾ ഇത് രാജുവിൻ്റെ ഷോർട്ട് ടേം ഒബ്ലിഗേഷനാണ്. 1 വർഷത്തിനുള്ളിൽ വിത്തിൻ 1 year രാജു മസ്റ്റ് റീപേ ദിസ് എമൗണ്ട്. ഇത് രാജുവിൻ്റെ ഷോർട്ട് ടേം ഒബ്ലിഗേഷനാണ്. അതുകൊണ്ട് ഈ ലയബിലിറ്റിയെ വിളിക്കുന്ന പേര് കറണ്ട് ലയബിലിറ്റി എന്നാണ്. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ രണ്ട് ലയബിലിറ്റി എന്താണെന്നുള്ള കാര്യം? ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ 2 ലയബിലിറ്റിയാണുള്ളത്. ഏതൊക്കെയാണ്? ഫിക്സഡ് ലയബിലിറ്റി ആൻഡ് കറണ്ട് ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് കറണ്ട് ലയബിലിറ്റീസ്. ദ ഫസ്റ്റ് വൺ ഈസ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് refers to those liabilities which are payable within a short period of time, usually 1 year or less. എന്താണ്? കറണ്ട് ലയബിലിറ്റീസ് refers to those liabilities which are payable within a short period of time, usually 1 year or less. ഒരു ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിൽ വളരെ പെട്ടെന്ന് തന്നെ, പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 1 വർഷം, 1 വർഷത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കേണ്ട, റീപേ ചെയ്യേണ്ട ലയബിലിറ്റീസിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന്. കറണ്ട് ലയബിലിറ്റീസ് refers to those liabilities which are payable within a short period of time, usually 1 year or less. മാക്സിമം 1 വർഷമാവാം. 1 വർഷത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതകളെ വിളിക്കുന്ന പേരാണ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് refers to those liabilities which are payable within a short period of time, that is within 1 year. They arise out of normal trade activities. ഇതെന്തുകൊണ്ടാണ് വരുന്നത്? കറണ്ട് ലയബിലിറ്റീസ് അറൈസ് ഔട്ട് ഓഫ് നോർമൽ ട്രേഡ് ആക്ടിവിറ്റീസ്. ബിസിനസ്സിൻ്റെ സാധാരണ നടക്കുന്ന വ്യാപാര പ്രവർത്തനങ്ങൾ കൊണ്ട്, അതായത് പ്രൊഡക്ഷൻ, പിന്നെ നമ്മുടെ ഇപ്പോൾ വേജസ് കൊടുക്കുക, അതൊരു നോർമൽ ട്രേഡ് ആക്ടിവിറ്റിയാണ്. വേജസ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ക്യാഷ് വേണം. ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, ഒരു ഷോർട്ട് ടേം ലോൺ എടുക്കാം. ആ ഷോർട്ട് ടേം ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് കമ്പനിയുടെ കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ദൈനംദിന ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ കൊണ്ടാണ് ഇത് ഉണ്ടാവുക.
they arise out of day-to-day activities of a business unit. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കറണ്ട് ലയബിലിറ്റീസ് refers to those liabilities which are payable within a short period of time, that is usually 1 year or less. They arise out of normal trade activities. ക്ലിയർ ആവുന്നുണ്ടോ? ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കുക. സൺട്രി ക്രെഡിറ്റേഴ്സ്, വളരെ പ്രധാനപ്പെട്ട കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. കറണ്ട് ലയബിലിറ്റിയുടെ എക്സാമ്പിൾസ്. സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഓർമ്മയില്ലേ? എന്താണ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ? ഞാനൊരു കച്ചവടക്കാരനാണ്. എന്തുണ്ടാക്കുന്ന കച്ചവടക്കാരനാണ് ഞാൻ? ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കച്ചവടക്കാരൻ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? എന്താണ് നേരത്തെ 25 ചാക്ക് പഞ്ചസാര എനിക്ക് ആവശ്യമാണ്, 25 പാക്കറ്റ് പഞ്ചസാര എനിക്ക് ആവശ്യമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? പയ്യന്നൂർ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഹോൾസെയിൽ ഷുഗർ ഡീലറുടെ അടുത്തുനിന്ന് ഞാനത് കടമായിട്ട് വാങ്ങിക്കുന്നു. അപ്പോൾ അതിന് ഏകദേശം 15 ചാക്കിന് ഒരു 25,000 രൂപ വന്നു എന്ന് വിചാരിച്ചു. ഒരു 25,000 രൂപയുടെ പഞ്ചസാര. Suppose I purchase sugar worth rupees 25,000 from Pioneer Traders, a wholesale sugar dealer, and on credit, and I am agreeing to make payment after 3 months. 3 മാസം കഴിഞ്ഞാൽ ഞാൻ പണം തിരിച്ചു തരാമെന്ന് പയ്യന്നൂർ ട്രേഡേഴ്സിനോട് പറയുന്നു. അങ്ങനെ പറഞ്ഞ സമയത്ത് ഇപ്പം ഞാൻ എന്ത് കൊടുക്കാനുണ്ട്? 25,000 രൂപ പയ്യന്നൂർ ട്രേഡേഴ്സിന് കൊടുക്കാനുണ്ട്. അപ്പോൾ പയ്യന്നൂർ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ആ കമ്പനിയാണ് എൻ്റെ ക്രെഡിറ്റർ. എനിക്ക് കടമായിട്ട് സാധനം തന്ന ആളാണ് സൺട്രി ക്രെഡിറ്റർ. ക്ലിയർ? അതൊരു എക്സാമ്പിൾ. സാധനം വാങ്ങിക്കാം, അല്ലെങ്കിൽ ക്യാഷ് വാങ്ങിക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആരാണ്? എൻ്റെ ഫ്രണ്ട് സനൂപ്. അവൻ്റെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. അപ്പം എനിക്ക് അർജൻറ്റായിട്ട് 1 ലക്ഷം രൂപ വേണം. ഞാൻ എന്ത് ചെയ്യുന്നു? സനൂപിനോട് പറയുന്നു, സനൂപെ എനിക്ക് കുറച്ച് പണം തരണം. അവൻ പഞ്ചസാര അല്ല തരുന്നത്, 1 ലക്ഷം രൂപയാണ് തരുന്നത്. ഞാൻ 5 മാസം കഴിഞ്ഞാൽ തിരിച്ചു തരാം. ഐ വിൽ മേക്ക് പേയ്മെൻറ്റ് ആഫ്റ്റർ 5 months എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനൂപ് എനിക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു. അപ്പം ഞാൻ സനൂപിന് 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. സനൂപ് എൻ്റെ ക്രെഡിറ്ററാണ്. ക്ലിയർ? അപ്പോൾ സൺട്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് സാധനങ്ങളോ പണമോ കടമായിട്ട് തരുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് ലയബിലിറ്റി സൺട്രി ക്രെഡിറ്റർ. ഒരിക്കലും മാറാൻ പാടില്ല. സൺട്രി ക്രെഡിറ്റർ ഈസ് എ കറണ്ട് ലയബിലിറ്റി. നെക്സ്റ്റ് വൺ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. രണ്ടാമത്തെ പോയിന്റ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബാങ്ക് ഓഡി. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് ബാങ്ക് ഓഡി എന്നതാണ്. ബാങ്ക് ഓടിപ്പോയി എന്നല്ല, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ നോക്കുക മക്കളെ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ചില കുട്ടികൾക്കൊക്കെ അറിയാമായിരിക്കും, ചില കുട്ടികൾക്ക് അറിയാൻ സാധ്യതയില്ല. പേടിക്കണ്ട, നമുക്ക് പറയാം. ഇപ്പോൾ ഞാനൊരു കച്ചവടക്കാരനാണ്, ഇല്ലേ? എന്തുണ്ടാക്കുന്ന കച്ചവടം? ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കച്ചവടം. നല്ല അടിപൊളി ബിസ്ക്കറ്റ്, 20-20, 50-50 അത് നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 30-30 ബിസ്ക്കറ്റ്, ആരോ റൂട്ട് ബിസ്ക്കറ്റ്, ഇങ്ങനെ കുറേ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന വലിയൊരു ബിസിനസ് കമ്പനിയുടെ ഓണറാണ് ഞാൻ. അപ്പോൾ എനിക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്കും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ബാങ്കിലുള്ള അക്കൗണ്ടിനെ വിളിക്കുന്ന പേര് SB അക്കൗണ്ട് എന്നാണ്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്നതാണ്. നിങ്ങളുടെ പാസ്ബുക്ക് എടുത്ത് നോക്കിക്കോ, അതിൻ്റെ ഫ്രണ്ടിൽ SB അക്കൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇനി ഞാനൊരു കച്ചവടക്കാരനാണ്, എനിക്കും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തത് കറണ്ട് അക്കൗണ്ടാണ്. 5 തരത്തിലുള്ള അക്കൗണ്ടുകൾ ബാങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, SB അക്കൗണ്ട് തുടങ്ങാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് തുടങ്ങാം, കറണ്ട് അക്കൗണ്ട് തുടങ്ങാം, റിക്കറിങ് അക്കൗണ്ട്. അത് നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യമൊക്കെ ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കുന്ന കാര്യമാണ്, ഞാൻ പറയുന്നില്ല. ഓക്കെ, ഞാൻ എന്താണ്? ഐ എം എ ബിസിനസ് മാൻ ആൻഡ് ഐ ഓപ്പൺ എ കറണ്ട് അക്കൗണ്ട് വിത്ത് കനറ ബാങ്ക്. കനറ ബാങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഹോൾഡറാണ് ഞാൻ. കറണ്ട് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്തത്. അതെന്തുകൊണ്ടാണ് കറണ്ട് അക്കൗണ്ട് എനിക്ക് ഓപ്പൺ ചെയ്ത് തന്നെ? ബിസിനസ് മാൻ ആയതുകൊണ്ടാണ്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടക്കാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. കച്ചവടക്കാർക്ക് മാത്രമല്ല, പറയും പല ആൾക്കാർക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ബിസിനസ് മാന് കിട്ടുന്ന ഒരു അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്, ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ടിൻ്റെ പ്രത്യേകത എനിക്ക് എന്ത് ചെയ്യാമെന്നറിയാം. ഇപ്പോൾ നിങ്ങളുടെ SB അക്കൗണ്ടിൽ സ്കോളർഷിപ്പ് വന്ന ഒരു 10,000 രൂപ ഉണ്ടെന്ന് വിചാരിച്ചു. 10,000 രൂപ ഉണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് മാക്സിമം എത്ര വിഡ്രോ ചെയ്യാം അതിൽ നിന്നും? നിങ്ങളുടെ SB അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത് 10,000 രൂപയാണ്. നിങ്ങൾക്ക് മാക്സിമം എത്ര പൈസ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാം? മാക്സിമം 10,000. അതിലധികം 1 രൂപ പോലും വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതന്നെ പറ്റില്ല. 500 രൂപ മിനിമം ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ 9,500 നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഇനി 0 ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യാം? 10,000 രൂപ വരെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. കാരണം എന്താ? നിങ്ങൾ SB അക്കൗണ്ട് ഹോൾഡറാണ്.
പക്ഷേ ഞാൻ കറണ്ട് അക്കൗണ്ട് ഹോൾഡറാണ്, ഞാൻ ബിസിനസ്മാനാണ്, ഞാൻ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു കസ്റ്റമറാണ് ബാങ്കിൻ്റെ. അതുകൊണ്ട് തന്നെ എനിക്ക് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിച്ചു. എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര പൈസ ഉള്ളത് 2 ലക്ഷം രൂപ. എനിക്ക് 2 ലക്ഷത്തിനേക്കാൾ അധികം വിഡ്രോ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ദ ബാങ്ക് വിൽ അലോ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സ് ടു വിഡ്രോ more amount than the actual deposited amount, and the excess amount permitted to withdraw is known as overdraft. എനിക്ക് എന്ത് ചെയ്യാന്നറിയോ, 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ബാങ്ക് 50,000 രൂപ ഓടി ഓഫർ ചെയ്യുന്നുണ്ട്. 2 ലക്ഷം രൂപ മാത്രമേ എൻ്റെ അക്കൗണ്ടിലുള്ളൂ എങ്കിലും എനിക്ക് 2,50,000 വരെ വിഡ്രോ ചെയ്യാം. ആ 50,000 എന്ന് പറയുന്നത് ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റാണ്. ബാങ്ക് എനിക്ക് തരുന്ന ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റാണ്. അത് ഫ്രീ ആയിട്ടല്ല, ഞാനത് തിരിച്ചു കൊടുക്കണം ബാങ്കിന് വിത്ത് ഇൻട്രസ്റ്റ്. നിങ്ങൾ വിചാരിക്കേണ്ട വെറുതെ കിട്ടുന്നു. അതെന്ത് ചെയ്യണം, 2-3 മാസം കഴിയുന്ന സമയത്ത് എനിക്ക് നോട്ടീസ് വരും, അല്ലെങ്കിൽ ഞാനത് റീപേ ചെയ്യണം. 50,000 മാത്രം പോരാ, അതിൻ്റെ പലിശ സഹിതം ഇൻട്രസ്റ്റ് സഹിതം റീപേ ചെയ്യണം. അപ്പോൾ ആ നിലവിലുള്ള അക്കൗണ്ടിലുള്ള പണത്തേക്കാൾ അധികം വിഡ്രോ ചെയ്യുന്ന എമൗണ്ടാണ് ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ ആ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഷോർട്ട് ടേം ലോൺ. ഓവർ ഡ്രാഫ്റ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഷോർട്ട് ടേം ലോൺ. ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് കറണ്ട് ലയബിലിറ്റി. സാധാരണ നമുക്ക് മനസ്സിലാക്കാനുള്ള രണ്ടാമത്തെ കറണ്ട് ലയബിലിറ്റി ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കൃത്യമായിട്ട് പഠിക്കുക. മൂന്നാമത്തത് ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അക്കൗണ്ട്സ് പേയബിൾ. ബിൽസ് പേയബിൾ ഓർ അക്കൗണ്ട്സ് പേയബിൾ. ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എക്സാമ്പിളിലേക്ക് തന്നെ പോവാം. 25 ചാക്ക് പഞ്ചസാര എവിടുന്നാണ് വാങ്ങിച്ചത്? പയ്യന്നൂർ ട്രേഡേഴ്സ്. 25,000 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ എനിക്ക് ആ പയ്യന്നൂർ ട്രേഡേഴ്സിൻ്റെ ആൾക്ക് എന്നെ വിശ്വാസമില്ല. ഇവൻ പറ്റിച്ചേക്കാം, ഇവൻ ആൾ പണം തരാതെ നിന്നേക്കാം എന്നുള്ളൊരു ധാരണ പയ്യന്നൂർ ട്രേഡേഴ്സിനുണ്ടെങ്കിൽ അവർ വെറുതെ ഇരിക്കുമോ? വെറുതെ തരുമോ? അവർ റിസ്ക് എടുക്കില്ല. അവർ പറയും, ഞാൻ അവരോട് ചോദിക്കുന്നു, എനിക്കൊരു 25 ചാക്ക് പഞ്ചസാര വേണം കടത്തിന്, ഐ ആം റെഡി ടു മേക്ക് പേയ്മെൻറ്റ് ആഫ്റ്റർ 3 months. ആ സാഹചര്യത്തിൽ അവർ പറയും, നമ്മൾ തരാം, പക്ഷേ ബില്ല് ഡ്രോ ചെയ്യും, ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രിപ്പയർ ചെയ്യും. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യന്നൂർ ട്രേഡേഴ്സ് ഒരു അഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ജസ്റ്റ് ഇപ്പോൾ അഗ്രിമെൻ്റ് എന്ന് മനസ്സിലാക്കുക. അഗ്രിമെൻ്റ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു അഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, അതിൽ അയാൾ സൈൻ ചെയ്യും, പയ്യന്നൂർ ട്രേഡേഴ്സിൻ്റെ ഓണർ സൈൻ ചെയ്യും. എന്നിട്ട് പറയും, ഇതൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്, എന്താണ് എൻ്റെ കമ്പനിയുടെ പേരിൽ ഡ്രോ ചെയ്ത ബില്ലാണ്, എന്താണ് 50,000 അല്ലെങ്കിൽ 25,000 രൂപ ഞാൻ ആ പയ്യന്നൂർ ട്രേഡേഴ്സിന് കൊടുക്കാനുണ്ട്, 3 മാസം കഴിഞ്ഞാൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ആ അഗ്രിമെൻറ്റിൽ അവർ സൈൻ ചെയ്യും, ഞാനും സൈൻ ചെയ്യും. അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന കറണ്ട് ലയബിലിറ്റി ബിൽസ് പേയബിൾ എന്ന ലയബിലിറ്റി ആയിട്ട് മാറി. അപ്പോൾ ആ ക്രെഡിറ്റേഴ്സ് ഇല്ലേ, പയ്യന്നൂർ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റർ ഉണ്ടായിരുന്നു, അതെന്തായിട്ട് മാറി? ബിൽസ് പേയബിൾ എന്ന മറ്റൊരു ലയബിലിറ്റി ആയിട്ട് മാറി. അപ്പോൾ ക്രെഡിറ്റേഴ്സ് പോയിട്ട് ബിൽസ് പേയബിൾ വന്നു. അപ്പോൾ ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ള ബില്ലുകൾ, അതായത് ഇറ്റ് അറൈസ് ഡ്യൂ ടു സൺട്രി ക്രെഡിറ്റേഴ്സ് ഉള്ളത് കൊണ്ടാണ് ബിൽസ് പേയബിൾ വരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്ററിൽ പിന്നീട് പഠിക്കും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു കറണ്ട് ലയബിലിറ്റിയാണ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് അക്കൗണ്ട്സ് പേയബിൾ എന്നതാണ്. ഇനി അടുത്ത പോയിന്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ ബാക്കിയുള്ള ചിലവുകൾ, എക്സ്പെൻസുകൾ. എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ഒരു എക്സ്പെൻസാണ്, ശമ്പളം. കമ്പനിയുടെ ഒരു എക്സ്പെൻസാണ് സാലറി. വേജസ് ഒരു എക്സ്പെൻസാണ്, റെൻറ്റ് കമ്പനിയുടെ ഒരു എക്സ്പെൻസാണ്. ഇനിയിപ്പോൾ സാലറിയുടെ കേസ് എടുക്കാം. എനിക്ക് എൻ്റെ കമ്പനിയിൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനി, ഇതിൽ 100 വർക്കേഴ്സ് ഉണ്ട്. ഞാൻ അവർക്ക് ഏകദേശം 5 ലക്ഷം രൂപ ഒരു മാസം ശമ്പളം കൊടുക്കാനുണ്ട്. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, 3,50,000 മാത്രമേ സാലറി കൊടുത്തിട്ടുള്ളൂ. എത്ര കൊടുക്കാൻ ബാക്കിയുണ്ട്? 50,000 റുപ്പീസ് കൊടുക്കാൻ ബാക്കിയുണ്ട്. ആ കൊടുക്കാൻ ബാക്കിയുള്ള വേജ്, ഔട്ട്സ്റ്റാൻഡിങ് വേജ് 50,000 റുപ്പീസ്, അതെൻ്റെ ലയബിലിറ്റിയാണ്, കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ കൊടുക്കാൻ ബാക്കിയുള്ള ചിലവുകൾ. എൻ്റെ ഫാക്ടറി ഒരു റെൻഡർ ബിൽഡിംഗ് ആണ്, വാടകയ്ക്കെടുത്ത ബിൽഡിംഗ് ആണ്. അതിൻ്റെ ഓണർക്ക് എല്ലാ മാസവും 50,000 രൂപ വാടക കൊടുക്കണം. 2 മാസത്തെ വാടക പെൻഡിങ് ഉണ്ട്, കൊടുക്കാൻ പൈസ ഉണ്ടായിട്ടാണ്. അപ്പോൾ 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് എന്താണ്? എൻ്റെ ലയബിലിറ്റിയാണ്, കൊടുക്കാൻ ബാക്കിയുള്ള ചിലവുകൾ. ഇനി ലാസ്റ്റ് പോയിന്റ്, ഷോർട്ട് ടേം ലോൺ നിങ്ങൾക്കറിയാം, ബാങ്കിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ലോൺ. നേരത്തെ തന്നെ രാജു 15 വർഷം കാലാവധിയുള്ള ലോൺ എടുത്തു, അത് ലോങ് ടേം ലോണാണ്.
ഇനി ഒരു വർഷത്തിൽ താഴെ വാലിഡിറ്റി ഉള്ള ലോണുകളെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് ടേം ലോൺസ് എന്ന്. If the loan is raised or if a person took loan for a maximum of 1 year, it is known as short term loan. ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലോണുകളെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് ടേം ലോൺ എന്ന്. ആ ഷോർട്ട് ടേം ലോൺ എന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ എക്സാമ്പിൾസ് ഞാനിപ്പോൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തു. കാരണം ഇത് ഈ ക്ലാസ്സിൽ ഒറ്റ പോയിന്റ് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം ഇതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 3 ടേംസ് ഡിസ്കസ് ചെയ്തിട്ട് പല കുട്ടികൾക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടിയതുകൊണ്ടാണ് ഇനി തൊട്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകാം. കാരണം ഇത് നമ്മുടെ ബേസിസ് ആണ്. ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ജേണലിൻ്റെ നമ്മുടെ ഡെബിറ്റും ക്രെഡിറ്റൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഓരോന്നിലും വരുന്ന പോയിന്റുകൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? സെൻട്രി ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഷോർട്ട് ടേം ലോൺസ് എക്സെട്ര. രണ്ടാമത്തത് ഫിക്സഡ് ലയബിലിറ്റിയാണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ലയബിലിറ്റി ഈസ് ഫിക്സഡ് ലയബിലിറ്റി. നേരത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. രാജു എന്ന കച്ചവടക്കാരൻ 15 വർഷം ഡ്യൂറേഷനുള്ള ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് ഫിക്സഡ് ലയബിലിറ്റിയാണ്. അത് ലോങ് ടേം ലോണാണ്. ഓക്കെ, മീനിങ് നോക്കാം. ഫിക്സഡ് ലയബിലിറ്റീസ് ആർ ദോസ് ലയബിലിറ്റീസ് വിച്ച് ആർ ടു ബി പെയ്ഡ് ആഫ്റ്റർ എ ലോങ് പീരിയഡ്, യൂഷ്വലി മോർ ദാൻ 1 year. ഫിക്സഡ് ലയബിലിറ്റീസ് ആർ ദോസ് ലയബിലിറ്റീസ് വിച്ച് ആർ ടു ബി പെയ്ഡ്. ഫിക്സഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലയബിലിറ്റികളാണ്, എങ്ങനെയുള്ള ലയബിലിറ്റികളാണ്? വിച്ച് ആർ ടു ബി പെയ്ഡ് ആഫ്റ്റർ എ ലോങ് പീരീഡ്. ഒരു ലോങ് പീരീഡ്, അതായത് ഒരു വർഷത്തിലധികം, 5 വർഷം കഴിഞ്ഞിട്ടോ 10 വർഷം കഴിഞ്ഞിട്ടോ 15 വർഷം കഴിഞ്ഞിട്ടോ കൊടുക്കേണ്ട ബാധ്യതകളാണ് ലോങ് ടേം ലയബിലിറ്റീസ്. ഇത്രമാത്രം മനസ്സിലാക്കുക. ഫിക്സഡ് ലയബിലിറ്റീസ് ആർ ദോസ് ലയബിലിറ്റീസ് വിച്ച് ആർ ടു ബി പെയ്ഡ് ആഫ്റ്റർ എ ലോങ് പീരീഡ്, യൂഷ്വലി 1 year ഓർ മോർ. ഒരു വർഷത്തിന് ശേഷം കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെ വിളിക്കുന്ന പേരാണ് ലോങ് ടേം ലയബിലിറ്റീസ്, അല്ലെങ്കിൽ ഫിക്സഡ് ലയബിലിറ്റീസ്, അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റീസ്. ഏകദേശം ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും പോലെ തന്നെയാണ് ഇവിടെയും കറണ്ട് ലയബിലിറ്റിയും ഫിക്സഡ് ലയബിലിറ്റിയും. ഇതിൻ്റെ എക്സാമ്പിൾസ്, ഇതിന് കൂടുതലൊന്നും പഠിക്കാൻ എക്സാമ്പിൾസ് ഇല്ല, ജസ്റ്റ് മനസ്സിലാക്കുക. ലോങ് ടേം ലോൺ 15 വർഷത്തേക്കോ 10 വർഷത്തേക്കോ 25 വർഷത്തേക്കോ നമ്മൾ എടുക്കുന്ന ലോൺ ഫിക്സഡ് ലയബിലിറ്റിയാണ്. ഡിബഞ്ചർ. ഈ ഡിബഞ്ചർ എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ 3ാമത്തെ ക്ലാസ്സിൽ, അതായത് എക്സ്റ്റേണൽ യൂസേഴ്സ് അല്ല, ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്നതിനകത്ത് 2 ക്ലാസിഫിക്കേഷൻ, ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും. അതിനകത്ത് എക്സ്റ്റേണൽ യൂസറിൽ പറഞ്ഞ കാര്യമാണ് ഡിബഞ്ചർ ഹോൾഡർ. ഒരു കമ്പനിയുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് എന്ന്. അതിലുള്ള ഔട്ട്സൈഡേഴ്സാണ് ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ അന്നേരം പഠിച്ചിട്ടുണ്ട്. കടപ്പത്രങ്ങൾ കമ്പനിക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഇന്ത്യൻ കമ്പനി നിയമപ്രകാരം കമ്പനികൾക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക എന്നത്. കമ്പനീസ് ഫങ്ഷനിങ് ഇന്ത്യ ക്യാൻ റേസ് ദർ capital by way of issuing debentures to the general public. Debenture is a credit instrument. Debenture എന്ന് പറയുന്നത് കടത്തിൻ്റെ രൂപത്തിൽ നമ്മൾ മറ്റുള്ള ഔട്ട്സൈഡേഴ്സിൽ നിന്നും കടമായിട്ട് പണം വാങ്ങിക്കുക, അതിന് തെളിവായിട്ട്, അതിന് എവിഡൻസ് ആയിട്ട്, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക. ഷെയർ പോലെ തന്നെ മറ്റൊരു ഇൻസ്ട്രുമെൻറ്റ് ഡിബഞ്ചർ. ഇപ്പോൾ മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബിസിനസ് സ്റ്റഡീസിനകത്ത് നിങ്ങൾ ലാസ്റ്റ് പഠിക്കും. ഇപ്പം പേര് മാത്രം പഠിക്കുക. ഡിബഞ്ചർ ഈസ് എ ലോങ് ടേം ലയബിലിറ്റി. ഡിബഞ്ചർ ഈസ് എ ലോങ് ടേം ലയബിലിറ്റി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഒറ്റൊരു ടേമേ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളൂ. ഏതാണ്? 4ാമത്തെ ബേസിക് ടേം ലയബിലിറ്റി. 2 ടൈപ്പ് ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി, ഫിക്സഡ് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിനകം കൊടുക്കേണ്ട ലയബിലിറ്റികൾ കറണ്ട് ലയബിലിറ്റി. ഫിക്സഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷം കൊടുക്കേണ്ട ലയബിലിറ്റി ഫിക്സഡ് ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.